കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ കെൽട്രോൺ 1973 കേരളത്തിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയായി ആരംഭിച്ചു. പ്രാദേശിക ഇലക്ട്രോണിക്സ് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ കെൽട്രോൺ സൃഷ്ടിച്ചത്. പ്രദേശത്തെ വ്യവസായത്തിൽ സാങ്കേതിക വിദ്യയും സ്വയം പര്യാപ്തതയും പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടായിരുന്നു ഈ സംരംഭം ആരംഭിച്ചത്. പൊതു സ്വകാര്യ മേഖലകളെ സഹായിക്കുന്ന പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ട് കേരളത്തിന്റെ വ്യവസായത്തിന്റെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരുന്നു ഈ സംരംഭം. കേരളത്തിലും അതിനും അപ്പുറത്തുമുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന ഇലക്ട്രോണിക് കോമ്പോണന്റ്സ് ആൻഡ് കൺസ്യൂമർ പ്രോഡക്ട്സ് നിർമ്മിക്കുക എന്നതായിരുന്നു കെൽട്രോണിന്റെ പ്രാഥമിക ലക്ഷ്യം. കെൽട്രോൺ ഫൗണ്ടറായ ശ്രീ KPP നമ്പ്യാരുടെ സ്ട്രോങ് ലീഡർഷിപ്പിൽ കപ്പാസിറ്ററുകൾ, റേഡിയോകൾ, ഇന്ത്യയിലെ ആദ്യത്തെ കളർ ടെലിവിഷൻ സെറ്റുകൾ എന്നിവ പോലുള്ള ഇനങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ് കമ്പനി ആരംഭിച്ചത്. മുമ്പ് നിരവധി പ്രശസ്ത സ്ഥാപനങ്ങളിൽ സയന്റിസ്റ്റായിട്ടും മാനേജരായും പ്രവർത്തിച്ചിരുന്ന നമ്പ്യാരെ ഇലക്ട്രോണിക്സിലെ ആഴത്തിലുള്ള വൈദഗ്ധ്യവും മേക്ക് ഇൻ ഇന്ത്യ എന്നതിലുള്ള അദ്ദേഹത്തിന്റെ ശക്തമായ വിശ്വാസവും കാരണമാണ് കെൽട്രോണിക്സിനെ നയിക്കാൻ തിരഞ്ഞെടുത്തത്. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുക മാത്രമല്ല, ഭാവിയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള വ്യാവസായിക സംരംഭങ്ങൾക്ക് ഒരു മാതൃക സൃഷ്ടിക്കുകയും ചെയ്തു. 1970കളിലും 1980കളുടെ തുടക്കത്തിലും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നതിൽ കെൽട്രോൺ നിർണായക പങ്കുവഹിച്ചു. റേഡിയോകളും ടെലിവിഷനുകളും ഉൾപ്പെടെ കെൽട്രോണിന്റെ ഉൽപ്പന്നങ്ങൾ താമസിയാതെ എല്ലാവർക്കും സുപരിചിതമായി മാറി. ക്വാളിറ്റി, ലോക്കൽ പ്രൊഡക്ഷൻ, കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ് കമ്പനിയുടെ ആദ്യകാല വിജയത്തിന് കാരണമായത്. 1980കളുടെ തുടക്കത്തോടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ വിശ്വസനീയമായ ഉറവിടമായി കെൽട്രോൺ സ്വയം സ്ഥാപിക്കുകയും ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ശ്രീ KPP നമ്പ്യാർ 1983 വരെ കെൽട്രോണിനെ അതിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നയിച്ചു. തുടർന്ന് 1985 വിരമിക്കുന്നതുവരെ അദ്ദേഹം എക്സിക്യൂട്ടീവ് ചെയർമാനായി തുടർന്നു. തന്റെ ഭരണകാലത്ത് കേരളത്തിലുടനീളം ഒന്നിലധികം ഉൽപാദന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ഗ്രാമങ്ങളിലേക്ക് ഇലക്ട്രോണിക്സ് എത്തിക്കുന്നതിനുള്ള സംരംഭങ്ങൾക്കും നമ്പ്യാർ നേതൃത്വം നൽകി. കെൽട്രോണിന്റെ നിരവധി ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന 50ഓളം വനിതാ സഹകരണ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം രൂപം നൽകി. ഇത് വിദൂര പ്രദേശങ്ങളിലേക്ക് സാങ്കേതിക വിദ്യ വ്യാപിക്കുന്നതിന് മാത്രമല്ല, സുസ്ഥിരമായ തൊഴിൽ നൽകിക്കൊണ്ട് തദ്ദേശീയ സമൂഹങ്ങളെ ശാക്തീകരിക്കാനും സഹായിച്ചു. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമുള്ള നേതൃത്വം അദ്ദേഹത്തിന് നിരവധി അംഗീകാരങ്ങൾ നേടിക്കൊടുത്തു. പിന്നീട് ശാസ്ത്രത്തിനും എഞ്ചിനീയറിംഗിനും നൽകിയ സംഭാവനകൾക്ക് 2006 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചു. ശ്രീ നമ്പ്യാരുടെ വിരമിക്കലിനു ശേഷം കെൽട്രോണിന്റെ നേതൃത്വപരമായ പദവി കഴിവുള്ള ഒരു കൂട്ടം അഡ്മിനിസ്ട്രേറ്റർമാർക്ക് കൈമാറി. വർഷങ്ങളായി കമ്പനി നിരവധി നേതൃമാറ്റങ്ങൾക്ക് വിധേയമായി. PG മുരളീധരൻ, തോമസ് കോര, S കൃഷ്ണറാവു തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ ആദ്യകാല പിൻഗാമികളിൽ ഉൾപ്പെടുന്നു. ഈ ലീഡേഴ്സ് കെൽട്രോണിന്റെ ഉൽപ്പന്ന ശ്രേണി വികസിപ്പിക്കാനും ഉൽപ്പന്ന പ്രക്രിയകൾ നവീകരിക്കാനും സഹായിച്ചു. അവരുടെ ശ്രമങ്ങൾ കെൽട്രോൺ ഉപഭോക്തൃ ഇലക്ട്രോണിക്സിന്റെ നിർമ്മാതാവായി മാത്രമല്ല, ടെലികമ്മ്യൂണിക്കേഷൻ, കൺട്രോൾ ഇൻസ്ട്രുമെന്റേഷൻ, പിന്നീട് IT സേവനങ്ങൾ തുടങ്ങിയ സങ്കീർണമായ മേഖലകളിലേക്കും കടന്നു ചെല്ലുന്നുവെന്ന് ഉറപ്പാക്കി. 1990കളിലും 2000ത്തിന്റെ തുടക്കത്തിലും ആഗോള ഇലക്ട്രോണിക്സ് വിപണിയിൽ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ അനുഭവപ്പെട്ടപ്പോൾ കെൽട്രോൺ വൈവിധ്യവൽക്കരണത്തിന്റെ ഒരു യാത്ര ആരംഭിച്ചു. സെമി കണ്ടക്ടർ ഡിവൈസസ്, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ്, എംബഡഡ് സിസ്റ്റങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി കമ്പനി അതിന്റെ പോർട്ട്ഫോളിയോ വികസിപ്പിച്ചു. കെൽട്രോൺ സിസ്റ്റം ഇന്റഗ്രേഷൻ, കോൺട്രാക്ട് മാനുഫാക്ചറിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സർവീസ് എന്നിവയും വാഗ്ദാനം ചെയ്യാൻ തുടങ്ങി. ലോകമെമ്പാടും സാങ്കേതിക വിദ്യ പുരോഗമിച്ചപ്പോൾ 1980 തിരുവനന്തപുരത്ത് ആരംഭിച്ചതുൾപ്പെടെയുള്ള കെൽട്രോണിന്റെ ഗവേഷണ വികസന കേന്ദ്രങ്ങൾ ഇന്നോവേഷന്റെ കേന്ദ്രങ്ങളായി മാറി. വൈവിധ്യവൽക്കരണ തന്ത്രം നന്നായി ഫലം കണ്ടു. ഡിഫൻസ്, സ്പേസ്, പവർ ഇലക്ട്രോണിക്സ് എന്നിവയിൽ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് സൊല്യൂഷൻസ് വികസിപ്പിക്കുന്നതിന് സർക്കാർ ഏജൻസികൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുമായി കെൽട്രോൺ സഹകരിക്കാൻ തുടങ്ങി. കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിവിധ മേഖലകളുമായി അവിഭാജ്യമായി. ഉദാഹരണത്തിന് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ, പ്രതിരോധ ആപ്ലിക്കേഷനുകൾ, ബഹിരാകാശ പര്യവേഷണ പദ്ധതികൾ എന്നിവയ്ക്കായി കെൽട്രോൺ സിസ്റ്റംസും കമ്പോണൻസും നൽകി. ആധുനിക ഡിജിറ്റൽ സിസ്റ്റങ്ങളുമായും പാരമ്പര്യ സാങ്കേതിക വിദ്യകളുമായും ഇന്റർഫേസ് ചെയ്യാനുള്ള അതിന്റെ കഴിവ് അതിനെ ഒന്നിലധികം വ്യവസായങ്ങൾക്ക് ട്രസ്റ്റഡ് പാർട്ണറാക്കി മാറ്റി. കമ്പനി പുതിയ സഹസ്രാബ്ദത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കെൽട്രോൺ വികസിച്ചുകൊണ്ടിരുന്നു. IT മേഖലയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് മറുപടിയായി വിവര സാങ്കേതിക വിദ്യയിലും ഡിജിറ്റൽ സേവനങ്ങളിലും കെൽട്രോൺ സംരംഭങ്ങൾ ആരംഭിച്ചു. ഈ ഘട്ടത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് 1999 കെൽട്രോൺ നോളജ് സർവീസ് ഗ്രൂപ്പ് സ്ഥാപിതമായത്.
ഐ ടി എനേബിൾഡ് സർവീസസ്, കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം എന്നിവയിൽ അഫോർഡബിൾ ആയ സാങ്കേതിക വിദ്യാഭ്യാസം നൽകുന്നതിനാണ് KSG രൂപീകരിച്ചത്. 35ലധികം കേന്ദ്രങ്ങളിലൂടെയും 200ലധികം അംഗീകൃത പരിശീലന കേന്ദ്രങ്ങളിലൂടെയും നടത്തുന്ന 400ലധികം കോഴ്സുകളുള്ള KSG കേരളത്തിലെ കുതിച്ചുയരുന്ന IT വ്യവസായത്തിന് വൈദഗ്ധ്യമുള്ള ഒരു തൊഴിൽ ശക്തിയെ വികസിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. വിദ്യാഭ്യാസ സംരംഭങ്ങൾക്കൊപ്പം കെൽട്രോൺ സ്വന്തം ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും നിക്ഷേപം നടത്തി. ഇന്ന് ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ, സ്മാർട്ട് ക്ലാസ് റൂം സൊല്യൂഷനുകൾ, IT ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നിവയുൾപ്പെടെ നിരവധി IT ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ യുഗത്തിലേക്ക് വൈദഗ്ധ്യം കൊണ്ടുവന്നുകൊണ്ട് ഇലക്ട്രോണിക്സിലെ കെൽട്രോണിന്റെ പാരമ്പര്യത്തെ ഈ സേവനങ്ങൾ കോംപ്ലിമെന്റ് ചെയ്യുന്നു. കാലക്രമേണ കെൽട്രോൺ കേരളത്തിൽ മാത്രമല്ല മറ്റ് നിരവധി ഇന്ത്യൻ നഗരങ്ങളിലും സാന്നിധ്യം വ്യാപിപ്പിച്ചു. തിരുവനന്തപുരം, കണ്ണൂർ, അരൂർ, കോഴിക്കോട്, കുറ്റിപ്പുറം, കൊച്ചി, തൃശൂർ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലാണ് ഇതിന്റെ യൂണിറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിനപ്പുറം ന്യൂഡൽഹി, ബാംഗ്ലൂർ, അഹമ്മദാബാദ്, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്നിവിടങ്ങളിൽ കെൽട്രോൺ ബ്രാഞ്ച് ഓഫീസുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വിശാലമായ ഉപഭോക്തൃ അടിത്തറയെ സേവിക്കാനും രാജ്യത്തുടനീളമുള്ള വൈവിധ്യമാർന്ന പദ്ധതികളിൽ പങ്കെടുക്കാനും ഈ വിപുലമായ ശൃംഖല കെൽട്രോണിനെ അനുവദിക്കുന്നു. ഇന്ന് കെൽട്രോൺ പൂർണ്ണമായും കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിൽ തുടരുന്നു. കൂടാതെ സംസ്ഥാനത്തിന്റെ വ്യാവസായിക സാങ്കേതിക വികസനത്തിൽ ഒരു പ്രധാന സംഭാവന നൽകുന്നയാളായി തുടരുന്നു. കമ്പനി വലിപ്പത്തിലും വ്യാപ്തിയിലും വളർന്നു. ഇപ്പോൾ അതിന്റെ ജീവനക്കാരുടെ എണ്ണം 1800ഓളം വരും. ഇപ്പോഴത്തെ ചെയർമാൻ ശ്രീ N നാരായണമൂർത്തിയുടെ നേതൃത്വത്തിൽ കെൽട്രോൺ 21ാം നൂറ്റാണ്ടിലേക്കുള്ള അതിന്റെ ദൗത്യം പുനർനിർവചിച്ചു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ അദ്ദേഹം 1971 വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ചേർന്നു. ഏവിയോണിക്സ് സിസ്റ്റം ഇന്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആണ് അദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസേഷൻ മേഖല. PSLV വിക്ഷേപണങ്ങളുടെ ദൗത്യ ആസൂത്രണത്തിനും നിർവഹണത്തിനും അദ്ദേഹം ഉത്തരവാദിയായിരുന്നു. കൂടാതെ GSLV Mk3ന്റെ പ്രൊജക്ട് ഡയറക്ടറായും അദ്ദേഹം പ്രവർത്തിച്ചു. ഇസ്രോ ലോഞ്ച് വെഹിക്കിൾ ദൗത്യങ്ങൾക്കായുള്ള മിഷൻ റെഡിനെസ് റിവ്യൂ ബോർഡിൽ അംഗമായിരുന്നു അദ്ദേഹം. 2019 മാർച്ചിൽ ചുമതലയേറ്റ മൂർത്തി തന്റെ മുൻഗാമികളുടെ പാരമ്പര്യത്തിൽ ഊന്നി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്മാർട്ട് സർവേലൻസ് സിസ്റ്റങ്ങൾ, അഡ്വാൻസ്ഡ് പവർ ഇലക്ട്രോണിക്സ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിലേക്ക് കമ്പനിയെ നയിക്കുകയും ചെയ്തു. മൂർത്തിക്കൊപ്പം കെൽട്രോണിന്റെ എക്സിക്യൂട്ടീവ് ടീമിൽ നിലവിൽ മാനേജിംഗ് ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന വൈസ് അഡ്മിറൽ ശ്രീകുമാർ നായർ പോലുള്ള വിശിഷ്ട പ്രൊഫഷണലുകളും ഉൾപ്പെടുന്നു. കോർപ്പറേറ്റ് ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ്, IT ബിസിനസ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിലെ പരിചയസമ്പന്നരായ എക്സിക്യൂട്ടീവുകളും നേതൃത്വ സംഘത്തിലുണ്ട്. ഉദാഹരണത്തിന് കേരള സർക്കാരിന്റെ വ്യവസായ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയായ ശ്രീമതി MA റെജീന ബീഗം ബോർഡിൽ സേവനമനുഷ്ഠിക്കുകയും പൊതുമേഖലയിൽ നിന്നുള്ള വിപുലമായ അനുഭവ സമ്പത്ത് നേടുകയും ചെയ്യുന്നു. കെൽട്രോണിന്റെ തന്ത്രം സംസ്ഥാനത്തിന്റെ സാങ്കേതിക പ്രവണതകളുമായും സാമൂഹിക സാമ്പത്തിക ലക്ഷ്യങ്ങളുമായും യോജിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്ന ശ്രീ K ആനന്ദ്, ശ്രീ KN മധുസൂദനൻ, ശ്രീ P ഗോപകുമാർ, മറ്റു ബോർഡംഗങ്ങൾ തുടങ്ങിയവർ ഉൾപ്പെടുന്നു. കെൽട്രോണിന്റെ ഇന്നത്തെ ഉൽപ്പന്ന പോർട്ട്ഫോളിയോ വൈവിധ്യപൂർണ്ണമാണ്. കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, UPS സിസ്റ്റങ്ങൾ, റെക്ടിഫയറുകൾ പോലുള്ള പവർ ഇലക്ട്രോണിക്സ്, ഡിഫൻസ്, ബഹിരാകാശ ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്ന അഡ്വാൻസ് കമ്പോണന്റ്സ് എന്നിവയുടെ നിർമ്മാണം കമ്പനി തുടരുന്നു. ട്രാഫിക് മാനേജ്മെന്റ്, സ്മാർട്ട് സർവേലൻസ് എന്നിവയിലെ അതിന്റെ സൊല്യൂഷൻസ് പ്രാധാന്യം നേടിയിട്ടുണ്ട്. മാത്രമല്ല കെൽട്രോണിന്റെ ശക്തമായ സേവന ശൃംഖലയും അതിന്റെ സാങ്കേതിക പിന്തുണയും ലോങ് ടൈം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് കാരണമായിട്ടുണ്ട്. ഇത് അതിന്റെ സുസ്ഥിര വിജയത്തിലെ ഒരു പ്രധാന ഘടകമാണ്. കെൽട്രോണിന്റെ പരിണാമത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വശങ്ങളിലൊന്ന് ഗവേഷണത്തിലും വികസനത്തിലും ഊന്നൽ നൽകുന്നതാണ്. പതിറ്റാണ്ടുകളായി കെൽട്രോൺ അതിന്റെ കഴിവുകൾ നവീകരിക്കുന്നതിനും പുതിയ ഉൽപ്പന്നങ്ങൾ നവീകരിക്കുന്നതിനുമായി ഗവേഷണ വികസനത്തിൽ സ്ഥിരമായ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. 1980 സ്ഥാപിതമായ ഇലക്ട്രോണിക്സ് ഗവേഷണ വികസന കേന്ദ്രം ഈ ശ്രമത്തിന്റെ ഒരു മൂലക്കല്ലായി തുടരുന്നു. ആഗോള ഇറക്കുമതികളും ദ്രുതഗതിയിലുള്ള സാങ്കേതിക മാറ്റങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിലും കെൽട്രോണിനെ മത്സരക്ഷമത നിലനിർത്താൻ ഇത് സഹായിച്ചു. ഗവേഷണ വികസനത്തോടുള്ള ഈ പ്രതിബദ്ധത ISRO, DRDO പോലുള്ള സ്ഥാപനങ്ങളുമായുള്ള കെൽട്രോണിന്റെ സഹകരണത്തിലും പ്രകടമാണ്. അവിടെ കെൽട്രോണിന്റെ വൈദഗ്ധ്യം പ്രതിരോധത്തിലും ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും അഡ്വാൻസ്ഡ് പ്രൊജക്ട്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കെൽട്രോണിന്റെ യാത്ര സാങ്കേതിക നേട്ടങ്ങളുടെ മാത്രമല്ല, സാമൂഹിക സ്വാധീനത്തിന്റെയും യാത്രയാണ്. ഗ്രാമപ്രദേശങ്ങളിൽ ഉൽപാദന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെയും സഹകരണ സ്ഥാപനങ്ങളിലൂടെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിലൂടെയും കെൽട്രോൺ കേരളത്തിലെ സമഗ്ര വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. കെൽട്രോൺ നോളജ് സർവീസ് ഗ്രൂപ്പ് വഴിയുള്ള വിദ്യാഭ്യാസ മേഖലയിലെ അവരുടെ സംരംഭങ്ങൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ആധുനിക IT കഴിവുകൾ നേടുന്നതിന് സഹായിച്ചിട്ടുണ്ട്.
അങ്ങനെ ശക്തമായ ഒരു പ്രാദേശിക പ്രതിഭാ കൂട്ടായ്മയ്ക്ക് അടിത്തറ പാകി. ഇത് നിരവധി മുൻ കെൽട്രോൺ ജീവനക്കാരെ ഉയർന്ന സാങ്കേതിക സ്ഥാപനങ്ങളിൽ കണ്ടെത്തുന്നതിനോ കൈകാര്യം ചെയ്യുന്നതിനോ പ്രാപ്തരാക്കി. വാസ്തവത്തിൽ കെൽട്രോൺ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു വലിയ ശൃംഖല ഇപ്പോൾ ഇന്ത്യയിലുടനീളമുള്ള വിവിധ കമ്പനികളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നു. കൂടാതെ അവരുടെ വിജയത്തിന് പലപ്പോഴും കെൽട്രോണിന്റെ ആദ്യകാല നേതൃത്വം വളർത്തിയ പ്രൊഫഷണൽ പരിശീലനവും തൊഴിൽ സംസ്കാരവുമാണ് കാരണം. കമ്പനിയുടെ വളർച്ചയും പൊരുത്തപ്പെടുത്തലും നിരവധി അവസരങ്ങളിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. 2023 കെൽട്രോൺ അതിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചു. 50 വർഷത്തിലേറെയായി നിലനിൽക്കുന്ന പാരമ്പര്യത്തിന് അടിവരയിടുന്ന ഒരു നാഴികക്കല്ല്. വാർഷികാഘോഷങ്ങൾ മുൻ ജീവനക്കാരെയും ഇപ്പോഴത്തെ ജീവനക്കാരെയും സർക്കാരിലെ വിശിഷ്ട വ്യക്തികളെയും ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് IT മേഖലകളിൽ കെൽട്രോണിന്റെ പങ്ക് അംഗീകരിച്ച വ്യവസായ പ്രമുഖരെയും ഒരുമിച്ച് കൊണ്ടുവന്നു. ഇത്തരം പരിപാടികൾ കമ്പനിയുടെ ചരിത്രപരമായ ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുക മാത്രമല്ല, ഭാവിയിലെ നവീകരണത്തിനും മികവിനും പ്രചോദനം നൽകുകയും ചെയ്യുന്നു. സാങ്കേതികവും സാമൂഹികവുമായ സംഭാവനകൾക്ക് പുറമെ കെൽട്രോൺ വർഷങ്ങളായി മികച്ച സാമ്പത്തിക പ്രകടനം നിലനിർത്തിയിട്ടുണ്ട്. കമ്പനി മത്സരാധിഷ്ഠിതമായ അന്തരീക്ഷത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഗുണനിലവാരം, കാര്യക്ഷമത, തുടർച്ചയായ ഇംപ്രൂവ്മെന്റ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിന്റെ പ്രധാന ബിസിനസ് മേഖലകളിൽ അനുകൂലമായ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയും കൺസിസ്റ്റന്റ് പ്രോഫിറ്റബിലിറ്റിയും നിലനിർത്താൻ സഹായിച്ചു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തിയ സാമ്പത്തിക വിശകലനം സൂചിപ്പിക്കുന്നത് ലിക്വിഡിറ്റി റേഷ്യോ ചിലപ്പോൾ വെല്ലുവിളികൾ ഉയർത്തിയിട്ടുണ്ടെങ്കിലും കമ്പനിയുടെ മൊത്തത്തിലുള്ള സോൾവൻസിയും ലോങ് ടേം ഔട്ട്ലുക്കും ശക്തമായി തുടരുന്നു എന്നാണ്. 2022 കെൽട്രോൺ അതിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് പിന്നിട്ടു. 522 കോടി വിറ്റുവരവും 20 കോടി അറ്റാദായവും കൈവരിച്ചു. ഇത് മുമ്പത്തെ ഏറ്റവും മികച്ച 458 കോടി എന്ന റെക്കോർഡിനെ മറികടന്നു. കെൽട്രോണിന്റെ അനുബന്ധ കമ്പനികളായ കണ്ണൂരിലെ കെൽട്രോൺ കമ്പോണന്റ് കോംപ്ലക്സ് ലിമിറ്റഡ്, കുറ്റിപ്പുറത്തെ കെൽട്രോൺ ഇലക്ട്രോ സെറമിക്സ് ലിമിറ്റഡ് എന്നിവയും യഥാക്രമം 80 കോടിയുടെയും 13.85 കോടിയുടെയും വിറ്റുവരവ് നേടി പ്രകടനം മെച്ചപ്പെടുത്തി. അങ്ങനെ കെൽട്രോൺ ഗ്രൂപ്പ് വിറ്റുവരവ് അതിന് മുൻപത്തെ വർഷത്തെ അപേക്ഷിച്ച് 15% വർധനവ് കൈവരിച്ചു. ആകെ 614 കോടിയും 23.15 കോടി അറ്റാദായവും രേഖപ്പെടുത്തി. ഇന്ന് കെൽട്രോൺ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സാങ്കേതിക രംഗവുമായി പൊരുത്തപ്പെടുന്നത് തുടരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അഡ്വാൻസ്ഡ് ഡാറ്റ അനലിറ്റിക്സ് തുടങ്ങിയ പുതിയ വഴികൾ കമ്പനി സജീവമായി പര്യവേഷണം ചെയ്യുന്നു. ഡിജിറ്റൽ യുഗത്തിൽ കെൽട്രോൺ പ്രസക്തമായി തുടരുക മാത്രമല്ല, ഇന്ത്യയിലെ വ്യാവസായിക നവീകരണത്തിന്റെ അടുത്ത തരംഗത്തിനും സംഭാവന നൽകുക എന്നതാണ് ഈ ശ്രമങ്ങളുടെ ലക്ഷ്യം. പരമ്പരാഗത നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെയും ആധുനിക ഡിജിറ്റൽ പരിഹാരങ്ങളുടെയും മിശ്രിതം ഇതിന്റെ തന്ത്രത്തിൽ ഉൾപ്പെടുന്നു. ഇത് കെൽട്രോണിന് പാരമ്പര്യ സംവിധാനങ്ങളുടെയും ഉയർന്നു വരുന്ന സാങ്കേതിക വിദ്യകളുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു. കെൽട്രോണിന്റെ കഥ സ്ഥിരോത്സാഹം, നവീകരണം, തുടർച്ചയായ പരിണാമം എന്നിവയുടേതാണ്. 1973 ആരംഭിച്ചതു മുതൽ ബഹുമുഖ സാങ്കേതിക സംരംഭം എന്ന നിലയിൽ നിലവിലെ പദവി വരെ തദ്ദേശീയ സാങ്കേതിക വളർച്ചയെ പരിപോഷിപ്പിക്കുക എന്ന ദൗത്യത്തിൽ കെൽട്രോൺ സത്യസന്ധത പുലർത്തുന്നു. കേരളത്തിലും ഇന്ത്യയിലും വ്യാവസായിക പുരോഗതിയുടെ വിശാലമായ കഥയാണ് ഇതിന്റെ യാത്ര പ്രതിഫലിപ്പിക്കുന്നത്. ദീർഘവീക്ഷണമുള്ള നേതൃത്വം, തന്ത്രപരമായ വൈവിധ്യവൽക്കരണം, സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാണ് അടയാളപ്പെടുത്തിയ ഒരു കഥ. കെൽട്രോൺ മുന്നോട്ട് പോകുമ്പോൾ 5 പതിറ്റാണ്ടിലേറെയായി അതിനെ നയിച്ച മൂല്യങ്ങളോട് അത് പ്രതിജ്ഞാബദ്ധമായി തുടരുന്നു. ഗുണനിലവാരം, നവീകരണം, പൊതുസേവനം, ശക്തമായ നേതൃത്വം, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, സാങ്കേതിക മികവിന്റെ പാരമ്പര്യം എന്നിവയാൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് IT മേഖലകളിൽ നിർണായക പങ്ക് വഹിക്കാൻ കെൽട്രോൺ തയ്യാറാണ്. വർഷങ്ങളായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷനുകൾ നിർമ്മിക്കുന്നതിന്റെ പ്രാരംഭ നാളുകളിൽ നിന്ന് എയറോസ്പേസ് ഇലക്ട്രോണിക്സ്, ലൈഫ് സേഫ്റ്റി സിസ്റ്റങ്ങൾ, ട്രാഫിക് മാനേജ്മെന്റ്, പ്രോസസ് കൺട്രോൾ ഇൻസ്ട്രുമെന്റേഷൻ, IT സൊല്യൂഷനുകൾ തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെട്ട വൈവിധ്യമാർന്ന ഇലക്ട്രോണിക് സംരംഭമായി കമ്പനി പരിണമിച്ചു. ദീർഘവീക്ഷണമുള്ള ചിന്തയുടെ ശക്തിക്കും പ്രാദേശിക കഴിവുകളിലും സാങ്കേതിക വിദ്യയിലും നിക്ഷേപിക്കേണ്ടതിന്റെ പ്രാധാന്യത്തിനും കമ്പനിയുടെ യാത്ര തെളിവാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.